ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിബി. PSC മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ടോപ്പിക്കായ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എല്ലാ PSC പരീക്ഷകൾക്കും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇതുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഒരു ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് നമ്മൾ പഠിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മിസ്റ്റേക്ക് വരാനും സാധ്യതയുണ്ട്. എല്ലാ റൂൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് പരീക്ഷയ്ക്ക് പോകാനുള്ളത്. ഇത് PSC പരീക്ഷകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളെ സ്കൂൾ സ്റ്റുഡൻസിന് SCRT ഹൈസ്കൂൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും അത്യാവശ്യമുള്ളൊരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് എളുപ്പത്തിന് അതിൻ്റെ റൂൾസ് എല്ലാം വെച്ച് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണയായി നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അവൻ പഠിക്കുകയാണ് അല്ലേ, നല്ല പ്രകാശമുണ്ട് അല്ലേ, അല്ലേ, അവൻ പഠിക്കുകയാണ്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിനൊപ്പം നമ്മൾ അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു വാലുപോലെ ഒരു ചോദ്യം. ആ ചോദ്യത്തിനെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ, അവൻ പഠിക്കുകയാണ് അല്ലേ, നല്ല പ്രകാശമുണ്ട് അല്ലേ, അവൻ പോകുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ട് അല്ലേ, അവൻ വരുന്നില്ല, ഓ. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറച്ച് ഊന്നി പറയാൻ വേണ്ടി, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മളൊരു വാലുപോലെ നമ്മളെ സംഭാഷണത്തിന് ശേഷം ഒരു വാലുപോലെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചെറിയ വാൽ ക്വസ്റ്റ്യൻ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറയാൻ? ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ എന്താണ്? ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആഡഡ് ടു ദ എൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു സ്റ്റേറ്റ്മെന്റിനെ എൻഡിൽ ആഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ദെൻ ദ സ്റ്റേറ്റ്മെന്റ് ടേൺസ് ഇൻടു എ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അത് തീരുമ്പോൾ നമ്മൾ ഈ ടാഗ് ക്വസ്റ്റ്യൻ ചേർത്ത് കഴിയുമ്പോഴേക്കും അത് എന്താകും? ഇറ്റ് ടേൺസ് ഇൻടു എ ക്വസ്റ്റ്യൻ. അതൊരു ക്വസ്റ്റ്യൻ ആയി മാറും. നമുക്ക് ഉദാഹരണം നോക്കാം. ഹി ഈസ് നോട്ട് ലിസണിങ്. ഹി ഈസ് നോട്ട് ലിസണിങ്, അവൻ ശ്രദ്ധിക്കുന്നില്ല. ഈസ് ഹി, ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഹി ഈസ് നോട്ട് ലിസണിങ്, ഈസ് ഹി. നിങ്ങൾ ശ്രദ്ധിച്ചോളുക, എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നതെന്ന് നമുക്ക് അടുത്ത സ്ലൈഡ്സിലൂടെ പഠിക്കാം. വി ആർ പ്ലേയിങ്, ആർൻ വി. ഷീ ഈസ് എ ഡോക്ടർ, ഈസൻ ഷീ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുന്നത് ഇങ്ങനെയാണ്. ഹി ഈസ് നോട്ട് ലിസണിങ് എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവസാനം ഈസ് ഹി, അവൻ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. വി ആർ പ്ലേയിങ്, നമ്മൾ കളിക്കുകയാണ്, ആർൻ വി, അങ്ങനെയല്ലേ. ഷീ ഈസ് എ ഡോക്ടർ, ഈസൻ ഷീ, അവളൊരു ഡോക്ടറാണ് അല്ലേ, അവളൊരു ഡോക്ടറാണ്, അങ്ങനെയല്ലേ. ഇതാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് ഇതിന്റെ യൂസേജ്, എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെൽപ്പിംഗ് വെർബ് പ്ലസ് പ്രോനൗൺ പ്ലസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹെൽപ്പിംഗ് വെർബ് ഇംഗ്ലീഷിൽ 24 ആക്സിലറി വെർബ്സ് ആണുള്ളത്. അപ്പോൾ ആക്സിലറി വെർബ്, ഒരു സ്റ്റേറ്റ്മെന്റിലെ ആക്സിലറി വെർബ് ചേർക്കുക. അതിന്റെ എന്താണ്? പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണിന് പകരമായി നിൽക്കുന്ന നാമത്തെയാണ്. നൗണിന് പകരമായി നിൽക്കുന്ന നൗണാണ് പ്രോനൗൺ. നമ്മൾ മലയാളത്തിൽ നാമത്തിന് പകരമായി നിൽക്കുന്ന നാമം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് പ്രോനൗൺ പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്, ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറേ റൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഓരോ റൂൾസ് പറയുമ്പോഴും അതിന്റെ എക്സാമ്പിൾ വെച്ച് ഞാനിവിടെ എഴുതും. അപ്പോൾ അതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കുക. ഇനി ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടാഗ്സ് എ നെഗറ്റീവ് ടാഗ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ടാഗ് ആയിരിക്കും. അതുപോലെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ടാഗ് ആയിരിക്കും നമ്മൾ ചേർക്കേണ്ടത്. അപ്പൊ നമുക്കിനി എങ്ങനെ മനസ്സിലാക്കാം ഒരു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്? നമ്മൾ പോസിറ്റീവ് സെൻസിൽ പറയുന്ന കാര്യങ്ങൾ, അതിനെയാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ പോവുക, ഞാൻ പഠിക്കാം, അല്ലെങ്കിൽ അത് പോസിറ്റീവ് സെൻസിൽ പറയുന്നതാണ്. ഓക്കെ,
അപ്പം എന്നാൽ ഒരു എന്താണ് ഒരു നെഗറ്റീവ് വേർഡ് സെന്റൻസിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നെഗറ്റീവ് സെന്റൻസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസിൽ ഞാൻ ഈ താഴെ പറയുന്ന നെഗറ്റീവ് വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ആ നെഗറ്റീവ് സെന്റൻസിന്റെ വേർഡ്സ് എന്ന് നോക്കാം. ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, barely, rarely, seldom, no one, nobody, none, nothing, never, neither, nor, nil, not തുടങ്ങിയവയാണ് ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, barely, rarely, seldom. എന്താണ്? ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, barely, rarely, seldom. No one, nobody, none. No one, nobody, none, nothing, never. Neither, nor, nil, not. എന്താണ്? nobody, none, nothing, never, neither, nor, nil, not തുടങ്ങിയ ഏതെങ്കിലും ഒരു വേർഡ്സ് ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നമ്മൾ ചേർക്കുക എന്ത് ടാഗാണ്? പോസിറ്റീവ് ടാഗാണ് നമ്മൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. നമുക്കൊരു രണ്ട് ഉദാഹരണം നോക്കാം, രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫ്യൂ പീപ്പിൾ കെയിം. ഇത് എന്ത് സെന്റൻസ് ആണ്? ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നമുക്ക് മനസ്സിലായി എങ്ങനെ? ഫ്യൂ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ഈ സെന്റൻസിൽ ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ പോസിറ്റീവ്? ഫ്യൂ പീപ്പിൾ കെയിം. അപ്പോൾ അതിന്റെ ടാഗ് എന്ന് പറയുന്നത്, ടാഗിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു, ഹെൽപ്പിംഗ് വെർബ് പ്ലസ് pronoun ആണ്. ഹെൽപ്പിംഗ് വെർബ് ഡിഡ്. ഇവിടെ ഡയറക്ട്ലി ഹെൽപ്പിംഗ് വെർബ് തന്നിട്ടില്ല. സോ നമ്മളിത് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്താണ് എടുത്തത്. ഞാനത് വിശദമായിട്ട് അടുത്ത സ്ലൈഡിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ കെയിം എന്ന് പറഞ്ഞ ഒരു വെർബിനെ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ആക്സിലറി വെർബ് എടുത്തു, ഡിഡ്. ഇനി പ്രൊനൗൺ നമ്മൾ ഫ്യൂ പീപ്പിൾ എന്നത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ദേ. അപ്പം ആരും വന്നില്ല, ഒരാളും വന്നില്ല, ഡിഡ് ദേ. അപ്പൊ നമ്മൾ വന്നില്ല എന്നതാണ് ഫ്യൂ പീപ്പിൾ കെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ആരും തന്നെ വന്നില്ല. അപ്പൊ നമ്മൾ അതിനെ അതൊരു നെഗറ്റീവ് സെൻസ് നമ്മൾ പോസിറ്റീവ് അടിച്ചെങ്കിൽ ഡിഡ് ദേ, ഇവര് വന്നോ എന്നുള്ളതാണ്. അടുത്തത് ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. അപ്പൊ നമ്മൾ ഇവിടെ ഹാർഡ്ലി ആണ് നെഗറ്റീവ് വേർഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇതിന് പോസിറ്റീവ് ടാഗ് ആയിരിക്കും ചേർക്കേണ്ടത്. അപ്പൊ ഇവിടെ ചേർത്ത പോസിറ്റീവ് ടാഗ് എന്ന് പറഞ്ഞു എന്താണ്? ഡസ് ഹി ആണ്. പോസിറ്റീവ് ടാഗ് ഡസ് ഹി. എങ്ങനെ നമുക്ക് കിട്ടി? ആക്സിലറി വെർബ്. ഇതിലെ ഓക്സിലറി വെർബ് ഡസ് ആണ്. അപ്പൊ നമ്മൾ ഡസ് എടുത്തു. ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ഡസ് ഹി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. അവൻ ഒരു വർക്കും ചെയ്തിട്ടില്ല. അവൻ ചെയ്തോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ ഫസ്റ്റ് റൂൾ പഠിച്ചു. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് എപ്പോഴും നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിന് എപ്പോഴും പോസിറ്റീവ് ടാഗ് ആയിരിക്കും. ഇനി നമ്മൾ എന്താണ്, നമ്മൾ ഒരു ടെൻസ് എടുക്കുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഒരു സെന്റൻസിലെ ഒരു സ്റ്റേറ്റ്മെന്റിലെ അതേ ടെൻസ് തന്നെ ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലും യൂസ് ചെയ്യേണ്ടത്. ഒരു പ്രധാനപ്പെട്ട റൂളാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് അത് എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിലെ എന്താണോ ആ സ്റ്റേറ്റ്മെന്റിന്റെ ടെൻസ്, ആ ടെൻസിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ടെൻസ് ഒന്നും മാറത്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഹെൽപ്പിംഗ് വെർബ് കണ്ടുപിടിക്കാൻ അറിയണം, പ്രോനൗൺ കറക്റ്റ് ആയിട്ട് ചേർക്കാൻ അറിഞ്ഞിരിക്കണം. അടുത്തതായി ഇനി അടുത്ത കുറെ റൂൾസ് ഉണ്ട്. ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? ആറിൻഡ് ഐ ആയിരിക്കും. ഐ ആം എന്ന് നമുക്ക് സ്പെഷ്യൽ കേസുകൾ പഠിക്കണം. ഐ ആം എന്ന് തുടങ്ങുന്ന ആ ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? ആറിൻഡ് ഐ എന്നാണ്, അല്ലാതെ ആമിൻഡ് ഐ എന്നല്ല. ഇത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഐ ആം എന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ആം ആണ്. അപ്പൊ ആം ആണ് ഇവിടുത്തെ ആക്സിലറി വെർബ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആമിൻഡ് ഐ എന്ന് എഴുതാൻ തോന്നും. പക്ഷെ അത് ആമിൻഡ് ഐ അല്ല, ആറിൻഡ് ഐ ആണ്. ഓക്കെ, അടുത്തത്
ഐ ആം നോട്ട്. ഐ ആം നോട്ട് എന്ന് പറയുമ്പോഴേക്കും ഇതെന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ആം നോട്ട് എന്ന് തുടങ്ങുന്ന നെഗറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് പക്ഷെ എങ്ങനെ ചേർക്കും? ആം ഐ എന്നായിരിക്കും. ഐ ആം നോട്ട് എന്ന് തുടങ്ങുന്ന ഒരു നെഗറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം നോട്ട് എന്ന് തന്നെ ചേർക്കും. നമ്മൾ ഇവിടുത്തെ ആക്സിൽ വെർബ് അതുപോലെ ഇട്ട് നമ്മൾ ആം ഐ എന്നായിരിക്കും ഇതിന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആറിന്റെ ഐ ആണ്. അത് ആമിന്റെ ഐ അല്ല, ആറിന്റെ ഐ ആണ്. എന്നാൽ ഐ ആം നോട്ട് എന്ന് തുടങ്ങുന്ന നെഗറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കുമ്പോൾ ആം ഐ എന്നായിരിക്കും. ഇനി തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചു ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക. അപ്പോൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഉദാഹരണം, ദേ സിംഗ് വെൽ. ദേ സിംഗ് വെൽ. ഇവിടെ എന്താണ്? ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്, സിംഗ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. ദേ സിംഗ് വെൽ. അപ്പൊ നമ്മൾ ഇവിടെ ഓക്സിലറി വെർബ് നമ്മൾ പഠിച്ചിട്ടുള്ള 24 ഓക്സിലറി വെർബ്സിൽ ഒന്നും തന്നെ ഇവിടെ ഡയറക്ട്ലി തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇതിന്റെ മെയിൻ വെർബ് സിംഗ് എന്ന് പറയുന്ന മെയിൻ വെർബിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അപ്പോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പഠിക്കണം? നമ്മളൊരു വെർബിന്റെ 3 ഫോം V1, V2, V3 അങ്ങനെ 3 ഫോംസ് പഠിച്ചിരിക്കണം. അപ്പോൾ സിംഗ്, സാങ്. ഇതാണ് സിംഗിന്റെ 3 ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിംഗ് എന്ന് പറയുന്നത് V1 ആണ്. സോ നമ്മൾ സിംഗിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡു. ഇത് ഡു ആണ്. ഫസ്റ്റ് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് സിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡു എന്ന് കിട്ടി. അപ്പൊ ഡു പ്ലസ് സിംഗ് ആണ് സിംഗ് എന്ന് പറയും. സിംഗിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരും? ക്വസ്റ്റ്യൻ ടാഗ് ഓഫ് ദേ സിംഗ് വെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ നമ്മൾ സിംഗിനെ ഇത് ഓക്സിലറി വെർബ് നമുക്ക് ഡു എന്ന് കിട്ടി. ഇപ്പൊ നമ്മൾ ഡു എഴുതി. ഇനി മെയിൻ വെർബ് പ്രോനൗൺ എന്ന് പറയുന്നത് ദേ. അവര് പാടിയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമ്മൾ ഈ പേജിൽ 2 റൂൾ പഠിച്ചു. നമ്മളൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയിരിക്കും എന്ന് പഠിച്ചു. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഐ ആം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആറിന്റെ ഐ ആയിരിക്കും. എന്നാൽ ഐ ആം നോട്ട് എന്ന് തുടങ്ങുന്ന നെഗറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആം ഐ ആയിരിക്കും. ഇനി തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് തന്നിട്ടില്ല എങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. അപ്പോ ദേ സിംഗ് വെൽ നമ്മൾ ഇവിടെ ഡു ദേ എന്ന് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് എഴുതിയതാണ് ഡു ദേ. ഇനി സെന്റൻസിൽ അടുത്ത റൂളാണ്, സെന്റൻസിൽ രണ്ടോ അതിലധികമോ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ തന്നിരിക്കുന്ന സെന്റൻസിൽ രണ്ടോ അതിലധികമോ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് he should have gone. ഷുഡ് എന്ന് പറയുന്നത് ആക്സിലറി വെർബാണ്, ഹാവ് എന്ന് പറയുന്നതും ഓക്സിലറി വെർബാണ്. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് പഠിച്ചു വെക്കാം, ഇത്തരം കേസുകളിൽ ആദ്യത്തെ ഓക്സിലറി വെർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഷുഡ്. ഇനി ഈ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് വേർഡും കണ്ടില്ല. സോ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഇതിന് നമ്മൾ നെഗറ്റീവ് ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. ഷുഡിൻ ഹി എന്നുള്ളതാണ് നെഗറ്റീവ്. ഷുഡിൻഡ് അപ്പൊ നമുക്ക് നെഗറ്റീവ് ആണ്. ഇനി ഇതിന്റെ സബ്ജക്റ്റ് ഹി ആണ്, നമ്മൾ ഹി തന്നെ ചേർക്കുന്നു. ഹി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഷുഡിൻ ഹി ആണ് ഈ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അടുത്തത് ഷീ കുഡ് ഹാവ് ഡൺ. ഇവിടെയും 2 ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. ഷീ കുഡ് ഹാവ് ഡൺ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ റൂൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തെറ്റില്ല. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഓക്സിലറി വെർബ് 2 ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഓക്സിലറി വെർബ് ഉപയോഗിക്കണമെന്ന് പഠിച്ചു. നമ്മൾ നേരെ കുഡ് എടുത്ത് എഴുതി. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ഇൻറ്റ്, കുഡ് നോട്ട്, കുഡിൻ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. കുഡിൻ ഷീ. ഇനി അടുത്ത റൂള്, ഓൺലി പ്രൊനൗൺസ് ക്യാൻ ബി യൂസ്ഡ് ആസ് സബ്ജക്റ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗില് പ്രൊനൗൺസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ.
അപ്പൊ നമ്മൾ ഒരാളുടെ പേര് പറയുകയാണ്, സിബി സിംഗ് എ സോങ് എന്ന് പറഞ്ഞാൽ ഡോൺ ഷീ എന്നേ ചോദിക്കൂ, ഡോൺ സിബി എന്ന് പറയില്ല. ഓൺലി പ്രൊനൗൺസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്ജക്ട് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ്. പ്രൊനൗൺസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. എന്നാൽ ചില കേസുകളിൽ നമുക്ക് എക്സെപ്ഷൻ കേസ് നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇവിടെ എന്ത് ചേർക്കണം, ഇവിടെ എന്ത് ഹീ ഷീ ദേ ഇറ്റ് ഇതിൽ ഏത് ചേർക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അത്തരം ചില കേസുകളാണ് ഞാനിവിടെ പറയുന്നത്. ലിറ്റിൽ എ ലിറ്റിൽ ദിസ് ദാറ്റ്, ലിറ്റിൽ എ ലിറ്റിൽ, നമുക്ക് ലിറ്റിൽ എ ലിറ്റിൽ ഇതിൽ എന്തായിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താണ് ജെൻഡർ ഒന്നും പറയാൻ പറ്റില്ല, അതെന്താ ഇവിടെ എന്ത് ചേർക്കും നമുക്കൊരു ഡൗട്ട് തോന്നും. ലിറ്റിൽ എ ലിറ്റിൽ ദീസ് ദാറ്റ് ചൈൽഡ് എന്നീ സബ്ജക്റ്റ് എന്നിവ സബ്ജക്റ്റ് ആയി വന്നാൽ ടാഗിൽ എന്ത് യൂസ് ചെയ്യണം, ഇറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടാഗിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം തന്നെ ഈ റൂൾസ് എല്ലാം പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ ലിറ്റിൽ എ ലിറ്റിൽ ദിസ് ദാറ്റ് ചൈൽഡ് എന്നിവ സബ്ജക്റ്റ് ആയി വന്നാൽ ടാഗിൽ ഇറ്റ് യൂസ് ചെയ്യണം. ദെയർ സബ്ജക്റ്റ് ആയി വന്ന സബ്ജക്റ്റ് ദെയർ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ ദെയർ തന്നെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ദെയർ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ദെയർ തന്നെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ടാഗിലും ദെയർ തന്നെ സബ്ജക്റ്റ് ആയിട്ട് പ്രൊനൗണിന് പകരം യൂസ് ചെയ്യണം. അടുത്ത കാര്യം, ഈ ഇത് വേർഡെല്ലാം തന്നെ നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ടതാണ്. ദീസ് ദോസ് ഫ്യൂ എ ഫ്യൂ, these those few a few, someone somebody, everyone everybody, anyone anybody, no one nobody, none neither either, each some of them all of them. നിങ്ങൾ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. these those എന്തൊക്കെയാണ്, these those, few a few, someone somebody, everyone everybody, anyone anybody, no one nobody, none neither either, each some of them all of them എന്നിവ സബ്ജക്റ്റ് ആയി വന്നാൽ ടാഗിൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊനൗൺ ആയിട്ട് എന്ത് ഉപയോഗിക്കും, ദേ എന്ന പ്രൊനൗൺ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടുന്നത്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ these those few a few, someone somebody, everyone everybody, anyone anybody, no one nobody, neither either, each some of them all of them എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ പ്രൊനൗൺ ആയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യണം, ദേ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടുന്നത്. ഉദാഹരണം, ഇത്തരം സെന്റൻസുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് അറിയാമെന്ന് തോന്നുന്നെങ്കിലും പലപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കുക. എവ്രിവൺ വാസ് പ്രസന്റ് ദെയർ, എവ്രിവൺ വാസ് പ്രസന്റ് ദെയർ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു, ഇങ്ങനെ എവ്രിവൺ നമ്മളിപ്പോ മുകളിൽ പഠിച്ചു വെച്ചു. എവ്രിവൺ മുകളിൽ പഠിച്ച ഒരു വേർഡാണ് എവ്രിവൺ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഇതങ്ങ് അതിന്റെ പ്രൊനൗൺ എഴുതി, നമുക്ക് ദേ ആണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പഠിച്ചു. ആദ്യമേ നമ്മൾ ദേ അങ്ങ് എഴുതി. ഇനി ഓപ്ഷനിൽ എന്ത് കാണും, വാസ് കാണും, വെയർ കാണും, ഈസ് കാണും. നമ്മൾ പെട്ടെന്ന് എന്ത് എഴുതും, വാസ് ആണ് ഇവിടത്തെ ആക്സിലറി വെർബ് തന്നിരിക്കുന്നത്. നമ്മൾ ഉടൻ തന്നെ വാസ് ഇൻ ദേ എന്ന് ചാടിക്കേറി എഴുതരുത്. വെയർ ഇൻ ദേ ആണ്. നമ്മൾ ദേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വെയറിന്റെ പ്ലൂറൽ ആയിട്ടുള്ള, വാസിന്റെ പ്ലൂറൽ ആയിട്ടുള്ള, നമ്മൾ പ്ലൂറലിന് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബായ വെയർ ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടുന്നത്. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോ നമ്മൾ വെയർ ഇൻ ദേ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടുന്നത്, വാസ് ഇൻ ദേ അല്ല. ഇത് മിക്കവർക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ വരുമ്പോൾ ഓക്സിലറി നമ്മൾ ദേ ആണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചു വെക്കും. പക്ഷേ ഓക്സിലറി വെർബിനും പ്ലൂറൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടുന്നത്. അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട നമുക്ക് തെറ്റിപ്പോകുന്ന, നമുക്ക് പലപ്പോഴും കൺഫ്യൂസിംഗ് ഉള്ള ഒരു പോർഷൻ ആണ്. ഇമ്പരറ്റീവ് സെന്റൻസിനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. ഇമ്പരറ്റീവ് സെന്റൻസ്, ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് എന്താണ്, ഒരു കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ അങ്ങനെ പറയുന്ന ഒരു സെന്റൻസിനെയാണ് ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇമ്പരറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ഒരു വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇമ്പരറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പരറ്റീവ് സെന്റൻസുകളിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണം. There are only 2 tags for imperative sentences. ഇമ്പരറ്റീവ് സെന്റൻസിന് എപ്പോഴും നമ്മൾ 2 ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. will you അല്ലെങ്കിൽ won't you, will you അല്ലെങ്കിൽ won't you ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. എങ്ങനെയാണ്, ഇറ്റ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ സെൻസ് ഓഫ് ഇമ്പരറ്റീവ് സെന്റൻസസ്. ആ ഇമ്പരറ്റീവ് സെന്റൻസിന്റെ സെൻസ് ഏതാണ് എന്നുള്ളതിനെ നോക്കിയിട്ടാണ് നമ്മൾ
അതിനെ എന്തുണ്ടാക്കുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത്. സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ പോസിറ്റീവ് ഇമ്പരേറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒരു പോസിറ്റീവ് സെൻസിലുള്ള ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിൽ എങ്ങനെയായിരിക്കണം? ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. നമ്മൾ പഠിച്ചു ഇമ്പരേറ്റീവ് സെന്റൻസിൽ വിൽ യുവും വോണ്ട് യുവും ഉപയോഗിക്കും. വിൽ യു നമ്മളൊരു പോസിറ്റീവ് ടാഗാണ്, വോണ്ട് യു എന്നാൽ നെഗറ്റീവ് ടാഗും ആണ്. അപ്പൊ നമ്മൾ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ സെൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എന്താണെന്ന് എങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ഇമ്പരേറ്റീവ് സെന്റൻസിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? രണ്ടും യൂസ് ചെയ്യാം. ഒരു സാധാരണ പോസിറ്റീവ് സെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് എഴുതിയിരിക്കുന്നത്, ക്ലോസ് ദ ഡോർ. ആ ഡോർ ക്ലോസ് ചെയ്യൂ. അതിന് നമുക്ക് എങ്ങനെ? പോസിറ്റീവ് സെൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് വിൽ യു ചേർത്താലും വോണ്ട് യു ചേർത്താലും ഇവിടെ കറക്റ്റ് ആണ്. ക്ലോസ് ദ ഡോറിന് വിൽ യു എന്നാലും വോണ്ട് യു എന്ന് ചേർത്താലും കറക്റ്റ് ആണ്. പാസ് മീ ദ ബുക്ക്, ആ ബുക്ക് എനിക്ക് പാസ് ചെയ്യൂ. അതൊരു പോസിറ്റീവ് സെൻസിലാണ്. സോ അവിടെ നമുക്ക് വിൽ യുവും വോണ്ട് യുവും കറക്റ്റ് ആണ്. എന്നാൽ നെഗറ്റീവ് ഇമ്പരേറ്റീവ് സെന്റൻസസ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ഓൾവേസ് ബി പോസിറ്റീവ്. ഒരു നെഗറ്റീവ് ഇമ്പരേറ്റീവ് സെന്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിൽ യു ആണ് പോസിറ്റീവ് ഇവിടെ. ഫോർ എക്സാമ്പിൾ, ഡു നോട്ട് ഓപ്പൺ ദിസ് ബാഗ്. ഈ ബാഗ് ഓപ്പൺ ചെയ്യരുത്. നോട്ട് നമ്മളിവിടെ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ നെഗറ്റീവ് സെൻസിലാണ്, ഓപ്പൺ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എപ്പോഴാണ് പോസിറ്റീവ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വിൽ യു മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. കൈൻഡ്ലി ഡു നോട്ട് ലൂസ് ദ ഹോപ്പ്. നിങ്ങൾ ദയവായി പ്രതീക്ഷ കളയരുത് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് സെൻസിൽ നോട്ട് ലൂസ്, നിങ്ങൾ അങ്ങനെ ലൂസ് ചെയ്യരുത്. അതിന് ഒരിക്കലും നമ്മൾ വോണ്ട് യു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വിൽ യു എന്നേ ചോദിക്കാൻ പറ്റൂ. വിൽ യു എന്നാണ് നമ്മൾ അവിടെ ചോദിക്കേണ്ടത്. If there is a sense of impatience or irritation, നമുക്കൊരു ഭയങ്കരമായിട്ട് നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇംപേഷ്യൻസിൽ തോന്നുന്ന കാര്യങ്ങളെ ടാഗ് എന്തായിരിക്കണം? കോണ്ട് യു എന്നായിരിക്കും. കോണ്ട് യു എന്നായിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, ഷട്ട് യുവർ മൗത്ത്. ഷട്ട് യുവർ മൗത്ത് എന്നുള്ളത് വായടയ്ക്കൂ എന്നുള്ളതിന് കോണ്ട് യു എന്നാണ് നമ്മളിവിടെ ടാഗ് ആയിട്ട് യൂസ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിന് ഇനിയും നമുക്ക് കുറേ റൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ റൂൾസ് എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്ത ഒരു പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇത് ഇത്രയും തന്നെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഇത്രയും റൂൾസ് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.